ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കോട്ടയം മീൻകറിയാണ്. പ്രത്യേക രീതിയിൽ ട്രഡീഷണലായിട്ട് അമ്മച്ചിമാർ വെക്കുന്ന റെസിപ്പിയാണിത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 അല്ലി കുടംപുളി ഏകദേശം 2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 1 മണിക്കൂറോളം കുതിർത്ത് വെക്കണം. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ് കുതിർത്ത് വെക്കുന്നത്. നേരത്തെ തന്നെ 3 പ്രാവശ്യം ഈ പുളി കഴുകിയെടുത്തതാണ്, പുളിയുടെ കമർപ്പ് പോകാനായിട്ട്. 1 മണിക്കൂറിന് ശേഷം കുതിർത്ത് വെച്ചിരുന്ന പുളി ആ വെള്ളത്തിൽ തന്നെ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് തിളപ്പിച്ച് എടുക്കുമ്പോഴേക്കും ഈ വെള്ളത്തിലേക്ക് പുളിയുടെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്കാകും. അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വീണ്ടും ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ തന്നെ ചാലിച്ച് ഒരു നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റാക്കി എടുക്കുക. മസാല മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുളിവെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് അലിയിച്ചെടുക്കണം. അതവിടെ റെഡിയായി, അതവിടെ വെക്കുക. അടുത്തത് നമ്മൾ കടുക് വറുത്ത് ചേർക്കാനായിട്ടുള്ള ആ സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ഒരു ചട്ടി ചൂടാക്കുക. ട്രഡീഷണലായിട്ട് കോട്ടയം മീൻകറി വെക്കുമ്പോൾ ചട്ടിയും വെളിച്ചെണ്ണയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എണ്ണ പുരളാനായിട്ടാണ്. 3/4 ടീസ്പൂൺ ഉലുവ ഇടുക. വീണ്ടും അതൊന്ന് പൊട്ടിച്ചെടുക്കുക. 1 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുക. അതും കൂടെ നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കൂടാതെ 3 ടേബിൾ സ്പൂൺ തന്നെ നല്ല ചുമന്ന ഉള്ളി, സവോളയല്ല, സവോളയ്ക്കൊരു മധുരിപ്പ് വരും. ആവശ്യത്തിന് കറിവേപ്പില. ഇത്ര ഐറ്റംസും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നേരത്തെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചുറ്റിച്ചത് കറി വെച്ച് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ ഈ ചട്ടിയിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പുളിവെള്ളത്തിൽ ചാലിച്ചു വെച്ചിരിക്കുന്ന മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും പേസ്റ്റും കൂടെ ചേർക്കുക. തീ ഏറ്റവും സിമ്മായിരിക്കണം. എന്നിട്ട് ഒരു 8 മിനിറ്റോളം ഇതുപോലെ ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ പോയി വേറൊരു കളറിലേക്ക് ആ മസാല വരും. ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കളറ് തന്നെ നമ്മുടെ മീൻകറിക്കും കിട്ടും. ഇനിയും നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം മാത്രം ഇതിലേക്ക് ചേർക്കുക. കുടംപുളി ഇതിൽ ചേർക്കത്തില്ല. തിളപ്പിച്ചതും കൊണ്ട് കുടംപുളിയിലെ എല്ലാ പുളിമയവും ഈ ചാറിലുണ്ട്. പുളി ചേർക്കാതെ ഈ പുളിവെള്ളത്തിലേക്ക് മസാലയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനിയും ഇതിലിട്ടാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നത്. വേറെ ഒരു വെള്ളവും ചേർക്കരുത്. കറക്റ്റ് ഈ പുളിവെള്ളത്തിൽ മാത്രമാണ് വേവിക്കേണ്ടത്. അപ്പോൾ കറി വെച്ച് വരുമ്പോഴേക്കും കഷ്ണത്തേലേക്ക് നല്ലതായിട്ട് പുളി പിടിച്ചു വരും. 1 കിലോ നെയ്മീനാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ആ കഷ്ണങ്ങൾ മുങ്ങി വരാൻ മാത്രം. കാരണം കഷ്ണത്തിൽ നിന്നും കുറച്ചുകൂടെ വെള്ളം ഈ കറിയിലേക്കാകും. ഇത് അടച്ചു വെക്കുക. ഒന്ന് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ചൂടിൽ 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക. വീണ്ടും ഒരു 7 മിനിറ്റ് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ച് എടുക്കുക. ഇതുപോലെയൊന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക. ചാറൊന്ന് രുചിച്ച് നോക്കുക. എന്തെങ്കിലും ഉപ്പോ വല്ലതും കുറവുണ്ടെങ്കിൽ ഉപ്പിൻ്റെ പൊടി ചാറിൽ അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പച്ച
കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഉലുവ പൊടിച്ചിടേണ്ടവർക്ക് അത് ഓപ്ഷണലാണ്. ആ ഉലുവാപ്പൊടി ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല. ഇവിടെ നമ്മുടെ കോട്ടയം മീൻകറി സ്പെഷ്യൽ രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.